പാടത്തേക്ക് ഇതിന് മുമ്പ് ഇറങ്ങിയോ? സത്യം പറയണം. 10 പറ നെല്ല് അങ്ങോട്ട് പഠിച്ചിട്ട് കൊടുത്താല് 11ാമത്തെ പറ സക്കാത്ത്, 12ാമത്തത് ബൽക്ക്. എങ്ങനെ ഐഡിയ ഉണ്ടായാല്? ഇത് പൂപ്പുല്ല്. ഈ പൂപ്പുല്ല് നിറഞ്ഞാൽ നെല്ലുണ്ടാവില്ല. ഇതാണ് പണിയുടെ പണി. കുട്ടികൾക്ക് ഇപ്പൊ എത്താൻ നെല്ല് തന്നെ കുട്ടികൾക്ക് അറിയില്ല. അപ്പൊ മക്കളെ, ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളിപ്പോ നിൽക്കുന്നത് കീശ്ശേരിയിലെ ടീച്ചർ പടി പാടത്താണ്ടോ. അപ്പൊ നമ്മളതാ കാക്കന്റെ നേതൃത്വത്തിൽ കുറെ കൊൽക്കത്ത ടീംസൊക്കെ ആയിട്ട് പാടത്ത് ഫുള്ള് ഞാറ് നടാണ്. അപ്പൊ നമ്മുടെ കുട്ടി പട്ടാളങ്ങളും കൂടെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാറെന്താണ്, ഞാറ് എങ്ങനെ നടാ, അതുപോലത്തെ കുറേ സംശയങ്ങൾക്കുള്ളൊരു ഉത്തരമായിട്ടാണ് ഇന്നത്തെ ഒരു വ്ളോഗുള്ളത്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അലി വ്ളോഗ്സ്. ഞാറ് ഇത് പള്ളിയാളിന്ന് പറിച്ച് കൊടന്നിട്ട് ഇവിടുന്ന് പറിച്ച് എടുക്കുക. പള്ളിയാളിന്ന് പോയിട്ട് പറിച്ച് കൊണ്ടുവന്നതാ. ഇന്നലെ 14 ആള് പറിച്ചതാ. 14 ആള് ഇന്നലെ 14 ആളെ പറിച്ചിന് 10 പറ ഉത്തിന്റെ നാറ്. അതിന് പൂര പറിച്ച് പോന്ന് ഇനിയിപ്പോ അന്ന് നടുക. ഇന്നിപ്പോ 7 ആള് ഇവിടെ നടാണ്ട്. ഇന്നലെ 14 ആള് നട്ടാണ്. അപ്പൊ കഴിഞ്ഞിട്ട് ആണ് ഇനി പണി. നോക്കുക. പിന്നെ ഇത് ഇനിയിപ്പോ അത് 2-3 മാസം കഴിഞ്ഞാൽ കട്ടിങ് ആയി കൊയ്ത്ത്. അതുവരെ കൃഷി 6 മാസമാണ് ഇതിന്. ഈ നെല്ലിന് ഇത് കുമ്പള നെല്ല. ചെറുപ്പത്തിനൊക്കെ 90 ദിവസ കൃഷി വാവ തരുന്നതിനൊക്കെ അതിനൊക്കെ 90 ദിവസമാണ്. ഇത് 6 മാസം വേണം. ഇത് കർക്കിടക മാസത്തിൽ ജൂലൈയിൽ നാറുമായിട്ട് മകരത്തിലാ കൊയ്യ. അപ്പൊ മകരം ഇംഗ്ലീഷ് മാസം നമുക്ക് അത്ര പറയാൻ പറ്റില്ല, മലയാള മാസം. അപ്പം ഇത് കൃഷി നഷ്ടമൊന്നുമില്ല. നഷ്ടത്തിലും പോകൂല. എങ്ങനെയായാലും 1 ഏക്കറ കൃഷി ചെയ്താലും എനിക്ക് എങ്ങനെയായാലും ഒരു 10-25 ഉറുപ്പിക മെച്ചം വരും. ഒരു ചെലവ് കഴിഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഡാക്ടറൊക്കെ ഉണ്ട്. അതിന്റെ സമയത്ത് ചെയ്യണം. എങ്ങനെയെങ്കിലും കാട്ടിയല്ല പൂട്ടീനടുത്ത് പുല്ലൊക്കെ എടുത്ത് എപ്പോഴെങ്കിലും കൃഷി ചെയ്ത് കൃഷിയാണ് അറിഞ്ഞാട് ചെയ്താൽ അത് കറക്റ്റുമാണ്. ഏത് നമ്മളൊരു മരുന്ന് കുടിച്ചാണെങ്കിലും അതിന്റെ കറക്റ്റ് കുടിച്ചെങ്കിലല്ലേ രാക്കട്ടെടുത്ത് പോയാൽ 3 ദിവസത്തിന് 4 ദിവസത്തിന് 3 ദിവസം 1 ദിവസം കുടിച്ച് നിന്നാൽ പനി മാറൂല. അതേമാതിരി ആ കൃഷി അതിന്റെ സമയത്തിന് ചെയ്യണം. അതിന് നടുന്ന നിയമം നോക്കണം, പുല്ല് നോക്കണം, വെള്ളം നോക്കണം. ബാൻപത്തോട് പറഞ്ഞിട്ട് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പുല്ല് നിറയും. പുല്ല് നിറഞ്ഞാൽ പണി ജാസ്തിയായി, പിന്നെ നെല്ലുണ്ടാവില്ല. ഇതാണ് അതിന്റെ കൃഷി. 3 മാസത്തിലുള്ള ഇതിപ്പോ കുമ്പത്ത് കൊയ്യ. അതിപ്പോ വൃക്ഷ ഇനിയിപ്പോ വൃക്ഷ ധനു മകരം കുമ്പത്ത് കൊയ്യ. അപ്പൊ 4 മാസം ഇനിയിപ്പോ ഉണ്ടാകുക. 2 മാസം ഉപ്പ് കഴിഞ്ഞ് ചിലപ്പോ മിന്നിലാവും. നട്ടാൽ കേടൊന്നും വരാഞ്ഞാല്. അപ്പൊ 3ാമത്തെ പ്രാവശ്യമാണ് ഈ വരമ്പിടുന്നത്. ഈ കൃഷിന്റെ കണക്കാലാണ്. പിന്നെ കൃഷിക്ക് എല്ലാവരും ഇങ്ങോട്ട് വരണം. മുൻഗണന ആരും ഇല്ല. കൃഷി നഷ്ടത്തിലേക്കാണ് പോകുന്നത്. ഈ മുതലാളിമാർക്ക് പാട്ടത്തിന് കൊടുത്ത ഒക്കൂല. അന്ന് ഇത് കൃഷി ചെയ്തിന് അങ്ങനെ പോലും അറിയോ? 10 പറ നെല്ല് അങ്ങോട്ട് പഠിച്ചിട്ട് കൊടുത്താല് 11ാമത്തെ പറ സക്കാത്ത്, 12ാമത്തത് ബൽക്ക്. അന്ന് ആളില്ലേനി. എന്റെ വാപ്പിയും ഞങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് കൊയ്തതാ. ഇപ്പൊ അതിന് ആളെ കിട്ടൂല. ഇപ്പം കൂലി കൊടുക്കണം. ഇപ്പം അതിന് കൂലി കൊടുക്കുമ്പോൾ അത് ഒക്കൂല ഓൽക്ക്. അതാണ് ഓല് പാടത്തിന് കൊടുക്കണം. ഇപ്പൊ കിട്ടുന്നത് അയ്യലിയാണ്. അതാ ഓൽക്ക് അല്ല അന്ന് ഓല് തന്നിട്ടില്ലേനി. അന്ന് നെല്ലിന് ലിറ്ററിന് 60 പൈസയാണ്. 60 പൈസക്ക് നെല്ല് ഞാൻ വാങ്ങിനി. ഔലിടിച്ചാൽ അത് ഒരു 25-30 കൊല്ലായി. 60 പൈസ. അന്ന് ഈ പാടം നമുക്കൊന്നും തരൂലേനു. അന്ന് ഞാൻ പാടത്ത് അന്ന് ഈ ഔലിടിച്ചാൽ നെല്ലിനെ വേണ്ടിയിട്ടാണ് ഈ പാടത്തുമ്പക്ക് കൃഷിമുക്ക് വന്നത്. അപ്പൊ നെല്ല് കിട്ടാത്ത സമയം വരുമ്പോൾ ഈ നെല്ല് പാടെടുത്തിട്ട് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തിട്ട് വിതരം കറക്കെടുത്ത് സ്റ്റോക്ക് ചെയ്യും. ആ സ്റ്റോക്ക് ചെയ്താൽ നമുക്ക് ഇടിച്ച അവലിടിച്ചാനെ. അതാണ് അതിലാ കൃഷിമുക്ക് വന്നത്. പിന്നെ വാപ്പും കൃഷിയാരെ മൂലകളുണ്ടേനി. ടാട്ടർമിലാണ് കുട്ടികൾ നടക്കുക. കുട്ടി ചെറിയ മകൻ പൂട്ടും. അങ്ങനെ എല്ലാവരും പൂട്ടുമുടിച്ചൊക്കെ അങ്ങനെയാണ് ഇപ്പൊ ഈ കൃഷിമുക്ക് വന്നത്. അപ്പൊ ഈ കൃഷിന്റെ ഇതിന് പറഞ്ഞാൽ കൃഷി ചിലവരും അത് ഒക്കു വെച്ച് എങ്ങനെ ആയാലും കൃഷി നഷ്ടപ്പെടുന്നില്ല. രീതിയിൽ നോക്കിയാൽ കിട്ടും. അപ്പൊ വില പൂച്ച് ആരം പൂച്ച് കൂലി ഇപ്പൊ പോയിച്ചാരാണ് പറഞ്ഞയച്ച് പണിക്കാരെ പറഞ്ഞയച്ച് നമ്മൾ പെരയെ കുത്തണം. അവര് പണി നടക്കൂല. ഓല് പോയിച്ചോലൊക്കെ എടുക്കും. ഓരപ്പം അങ്ങനെ കൂടിയാൽ അത് ഇടുക്കി ഇത് ഇടിക്കാറില്ല ഓലെടുക്കും. ഇപ്പൊ ഈ ആസാമും ബംഗാളിയും ഉണ്ടായിട്ടാണ് കൽക്കത്തക്കാരപ്പത്. കൽക്കത്തക്കാരുണ്ടായിട്ട് അപ്പൊ ഈ പണി നടക്കുന്നത്. പാട്ടും പരിപാടിയൊക്കെ ഉണ്ടാവില്ലോ? അപ്പൊ ഉണ്ടാവില്ലല്ലേ മലയാളി? നിന്നില്ലല്ലേ? പാട്ടും ഇതൊക്കെ ഉണ്ടെങ്കിലേ രസമല്ലേ? എന്റെ വല്യാപ്പൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കൊറേ പാടങ്ങള്.
നമ്മളെ മനുഷ്യൻ ചേച്ചിമാര് ആ അതെ. അപ്പൊ നമ്മളേതായാലും ഇതാ ഞാറും കൊണ്ട് പാടത്തേക്ക് ഇറങ്ങാം കേട്ടോ. അത്യാവശ്യം നിങ്ങൾ പറഞ്ഞതിൽ നല്ല പൂളുണ്ട് അല്ലേ? ഏകദേശം നമ്മുടെ മുട്ടിന്റെ അത്രത്തോളം വെള്ളമുണ്ട് കണ്ടല്ലേ? നല്ല താഴ്ച ഉണ്ട്. മൈക്കാ നമ്മളെ പുതിയ കുട്ടികൾക്കൊക്കെ ഒന്ന് പറഞ്ഞെടുത്താണ് ഈ ഞാറ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക്? ഈ ഞാറ് എന്ന് പറഞ്ഞാൽ നെല്ല് നേരത്തോട് വരാൻ വെള്ളത്തിലിടുക വിത്ത്. വിത്ത് ഇന്ന് രാവിലെ വെള്ളത്തിലിട്ടാ നാളെ രാവിലെ വാരി വെക്കുക, എന്നിട്ട് ചാക്ക് കെട്ടി വെക്കുക. അപ്പൊ അത് 3 ദിവസം കഴിയുമ്പോൾ ഇത് മുളക്കും. എന്നിട്ട് ഇത് മുളക്കല് കമ്മിയാണെന്ന് വെച്ചാൽ ലേശം വെള്ളം കുറഞ്ഞൊരു ഒരു കല്ല് അതിന്റെ മേലെ എടുത്ത് വെക്കുക. ചാക്കിന്റെ മേലെ കല്ലെടുത്ത് വെക്കുക. കല്ലെടുത്ത് വെച്ചുമ്പോൾ അത് ചൂടാവും. ചൂടാവുമ്പോ ഇത് മുളക്കും. എന്നിട്ട് ഇത് പാടത്ത് ചളിയാക്കിയിട്ട് അതിൽ കൊണ്ടേ പാകം ഇങ്ങനെ വാരിയിടുക. എന്നിട്ട് 1.5 മാസം കഴിഞ്ഞാൽ ഒരു 40 ദിവസം കഴിഞ്ഞാൽ പറിച്ച. അതാണ് ആറ്. ആ പറിച്ചിട്ട് പിന്നെ ഇത് എങ്ങനെയാണ് അത് പറിച്ചിട്ട് ഈ തോല് പൊടിച്ചായിട്ട് ഇങ്ങനെ നടുക. ഇങ്ങനെ കുറച്ച് ഒരു 10 5 കൂട്ടി ഇങ്ങനെ അതിൽ കൂട്ടിയിട്ട് 10 5 അങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ നടുക. ഇങ്ങനെ മണ്ണിൽ കുത്തിവെക്കുക. മണ്ണിൽ ലേശം താകണം. ഒരു അടി വിടുതിയില് ആ ചളിയുള്ള ഭാഗത്തോളം ആ വേരിന്റെ ഭാഗത്തോളം ഇങ്ങനെ താത്തി വെക്കുക. അപ്പൊ ചെനപ്പൊട്ടിട്ട് ഉണ്ടാവും. ചെനപ്പൊട്ടി പറഞ്ഞാല് ഇതിന് ഇതിന്റെ മുഖത്തുനിന്ന് പിന്നെ ഉണ്ടാവും. വളമുള്ളതിനനുസരിച്ച് അങ്ങനെ ഉണ്ടായി. അപ്പൊ അല്ലെങ്കിൽ എത്ര റൗണ്ട് ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഈ മുരി ഒരിച്ചുണ്ടാവും. അപ്പൊ ഒരു 5 മുരി മൂർന്നാല് ഒരു ചിറ്റായിട്ട് കെട്ടാം. ചിറ്റ് എന്ന് പറഞ്ഞാല് അത് മൂർന്ന് കെട്ടുന്നത് കട്ടിങ് കൊയ്യുന്ന സമയത്ത് ചിറ്റ് പറഞ്ഞത്. ആ ഒരു ചിറ്റിന് ഇവിടെ കണ്ടത്തിൽ കൊടുത്താൽ ചിലപ്പോ 5 ഉറുപ്പ്യ കിട്ടും. കരക്ക് റോട്ട് കൊടുത്താൽ 6 ഒക്കെ കിട്ടും. അപ്പൊ അത് അങ്ങനെയാണ് ഇപ്പൊ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇത് ഒക്കണത്. ഇതാണ് ഇപ്പൊ അതിന്റെ പണി. കുട്ടികൾക്ക് ഇപ്പൊ എത്താൻ നെല്ല് തന്നെ കുട്ടികൾക്ക് അറിയില്ല. ഇപ്പത്തെ കുട്ടികൾക്ക് തീരെ അറിയില്ല. അപ്പോൾ നമ്മളിതാ ഞാറ് നടന്ന കാഴ്ചകൾ ഇങ്ങനെ ലൈവായിട്ട് പാടത്തിലിതാ കള്ളിമുണ്ടും ട്രൗസറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് കാണാം കേട്ടോ. ഒരു ഫീൽ തന്നെ കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇനി അങ്ങോട്ടുള്ള തലമുറകൾക്ക് ഒരു പക്ഷേ ഇതും പോലും കാണാൻ കിട്ടില്ല. കാരണം എല്ലാ പാടങ്ങളും എന്താ പറയുക മണ്ണിട്ട് നികത്തി ബിൽഡിങ്ങുകളും വീടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം എൻ്റെ കൂടെ ഉള്ള നിജുവിനും ഫെജുനും ഒക്കെ നല്ല സന്തോഷം ഉണ്ടാവും. കാരണം ഓരൊക്കെ ഇത് ആദ്യമായിട്ടാണ് കാണണമെന്ന് പറഞ്ഞു. അപ്പം ചെറിയ മക്കൾക്ക് അല്ലെങ്കിൽ ഇനി വരുന്ന ആളുകൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പം ഞാറെന്താണെന്നും ഞാറ് നടുന്ന രീതി എന്താണെന്നൊക്കെ നമ്മുടെ മൂപ്പര് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3 മാസം കഴിഞ്ഞാലാണ് ഇത് കൊയ്യാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നാട്ടിൽ തിരിച്ച് സൗദി എത്തിയിട്ടുണ്ടാവും. അപ്പം ഇവരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാൻ പറ്റുമോട്ടെ ഹിന്ദിക്കാരെ കൊണ്ട്. ഓക്കെ देखा तुझे जाना सनम प्यार होता है दीवारा सनम अब हंसी है मर जाए हम ना 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 ला ला ला। अब शाहरुख खान का फैन है? वाह शाहरुख खान का फैन है. ठीक है എന്തായാലും ഓരെ കൊണ്ട് നമ്മള് പാട്ട് പഠിപ്പിച്ച് അവിടെ ബൻ ചെറിയ കളിയായിട്ട് കേട്ടോ. അമേരിക്ക ഈ ഇത് എന്തിനാ നമ്മൾ ഈ വരമ്പ് കെട്ടുന്നതിനാ ശരിക്കും? വെള്ളം നിൽക്കാൻ വേണ്ടിട്ടല്ലേ? വരമ്പില്ലെങ്കിൽ പുല്ല് അറിയും. വെള്ളം നിൽക്കാൻ വേണ്ടിട്ട് കെട്ടുന്നത്. ഈ കണ്ടം താന്നിട്ട് അങ്ങനെ കണ്ടില്ലേ വെള്ളം ഒഴുകി പോകാൻ വേണ്ടിട്ട് ലെവല് കലോയി പറഞ്ഞാൽ എന്താ? അങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് മുറിച്ചൊരു കല ഇങ്ങനെ ചവിട്ടി ചാച്ചൊരു കൊട്ടിങ്ങനെ അടി കൂടെ അങ്ങനെ പോവാ. ഈ സാധനം അല്ലേ? ഇത് ഇങ്ങനെ വെക്കുമ്പം അപ്പുറത്തെ പാടത്തേക്ക് പോകും. ഈ ടൈം കണ്ടത്തേക്ക് പോകും. ആ മേലെ കണ്ടത്തും കെട്ടി 2 കലയും ഒരു കണ്ടത്തിനുണ്ടാവും. അപ്പൊ ഇങ്ങനെ പോരും വെള്ളം. അപ്പൊ നമ്മൾ ഈ പാടം ആദ്യം റെഡി ആക്കുമ്പോ തന്നെ തട്ടായിട്ട് കൊടുക്കണം അല്ലേ? കുറച്ച് ഹൈറ്റില് അതിനുള്ള സംവിധാനം ആദ്യം കണ്ടെത്തണം. വെള്ളം നിൽക്കാതെ വെള്ളം പോകും. വെള്ളം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. വലിയ വെള്ളം വന്നാൽ കലയും മുറിഞ്ഞ് ഒലിച്ചു പോകും. അപ്പൊ പിന്നെയും കെട്ടും. കെട്ടും. ഇതാണ് കലയി പറഞ്ഞത്. ഈ സാധനത്തിന് എന്തെങ്കിലും പറയില്ല. ഈ ഇതില്ലേ ഇത് പൂപ്പുല്ല്. ഈ പൂപ്പുല്ല് നിറഞ്ഞാൽ നെല്ലുണ്ടാവില്ല. ഈ പൂപ്പുല്ല് നിറയും വെള്ളം ചെയ്യാൻ. അതാണ് അതിനാ ഈ വരമ്പിട്ടിട്ട് വെള്ളം കെട്ടി വെക്കണേ. അതാണ് അതിന്റെ ആവശ്യം.
അപ്പൊ നമ്മുടെ മുത്തുമണികൾ പാടത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെക്കന്മാർക്ക് ഹൈറ്റ് കൂടിയായോണ്ട് കൃഷിയൊക്കെ കാണാനും പഠിക്കാനൊക്കെ. കുട്ടികൾ പാട്ട് പാടുന്നില്ല, കുട്ടികൾ പാട്ടല്ല, നമ്മള് പാട്ട് പാടി കൊടുക്കൂലേ. റെഡി 1 2 3. പണ്ട് പാടവരമ്പത്തിലൂടെ ഒരു ഓലക്കുടയും എടുത്ത് ചെറുഞാട് നടുന്നൊരു കാലം. അങ്ങനെയുണ്ട് പാടത്ത്. നിങ്ങള് പാടത്തേക്ക് ഇതിനു മുമ്പ് ഇറങ്ങിയോ? സത്യം പറയണം, ഇതിന് ഇറങ്ങിയില്ല? പാടത്ത് ഇല്ല. ഇതിപ്പോ ആദ്യമായിട്ടാ? എന്താണ് നിങ്ങക്ക് പറയാനുള്ളത്? ഇവിടുന്ന് ഇപ്പൊ പറിക്കുന്ന നെല്ല് നിങ്ങൾ എവിടെയാണ് വിൽക്കല്? ഞങ്ങൾ ഇവിടെ കൃഷിഭവനക്ക് കൊടുക്കുകയാണ്. കൃഷിഭവനക്ക് അതുപോലെ ഇവിടെ വന്ന് പെരിന്ന് തൂക്കി പോവുക. ഒരു വിലയും കൂട്ടി തരുന്നുണ്ട്. 5 റുപ്യ പുറത്ത് ബുക്കിനെ കൂട്ടി തരും. കായും കിട്ടുന്നുണ്ട്. ബാങ്കിൽ ലോണായിട്ട് തരുകയാണ് കായ്. ബാങ്കിൽ ലോണായിട്ട് കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. കൃഷിക്കാർ കർഷകരെ നെല്ല് തൂക്കുക. അതിന് നമ്മളെ നീതി ചീട്ട് കൊടുക്കണം, അല്ലാതെ നെല്ല് കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. ഈ നീതി ചീട്ട് ഇത്ര നെല്ല് തൂക്കാന്നൊരു കണക്കുണ്ട് ഓലിക്ക്. ഗവൺമെന്റിന് ഒരു ഏക്കർക്ക് ഇത്ര ഉണ്ടാകുകയാണ്. ആ നീതി ചീട്ടും അതിന്റെ ഒരു മുദ്ര പേപ്പറും കൊടുത്താല് ഒരു തൂക്കും, പൈസ തരും. പൈസ നമ്മളെ അക്കൗണ്ടിക്ക് ബാങ്കിക്ക് വരും പൈസ. നമുക്കിപ്പോ ഇതിപ്പോ ഏകദേശം എത്ര ഇത് വരും? എങ്ങനെയാണ് അതിന് പറയാ? കിലോ ആണോ? കിലോനാണ് ഇത് പറയാ കണക്ക് കൂട്ടല്. ഇപ്പൊ ഇവിടെ പറ കിട്ടുകയാണെന്ന് വെച്ചാൽ ഒരു പറക്ക് 7 കിലോ നെല്ല് വരും. ഒരു പറക്ക് 7 കിലോ നെല്ല് വരും തൂക്കത്തിന്. അന്ന് വരുമ്പോ പഠിച്ചൊരു പറ വരുമ്പോളേ അപ്പൊ ഇതിലൊരു 100 200 250 300 പറ നെല്ല് ഇവിടെ ഉണ്ടാവണം. 300 പറ നെല്ല് ഇതിലുണ്ടാവും ഈ 2.5 ഏക്കറിൽ. കുറെ നഷ്ടപ്പെട്ടതുകൊണ്ട് കഴിഞ്ഞ മുമ്പ് കിട്ടീനി. കഴിഞ്ഞാലും ഒന്നും കിട്ടിയില്ല. കഴിഞ്ഞാൽ 60 പറ നെല്ല കിട്ടി. 300 പറ എത്ര കണ്ടത്തില്? ഈ 5 കണ്ടത്തിൽ 6 കണ്ടത്തിൽ. എങ്ങനെ അരി ഉണ്ടായാല് ചോറ് തിന്നിട്ട് ചില കുട്ടികൾ ചോദിച്ചോണ്ട് എന്തിനാ ഈ നെല്ല് ചോദിച്ചു. എത്താണ് കൊണ്ട് കാട്ടുക ചോദിച്ചു. സ്കൂൾ കുട്ടികൾ വന്ന് അപ്പൊ ഞാൻ പറയും നിങ്ങൾ തിന്നൽ എത്താണെന്ന് ചോദിച്ചു. ചോറാണ് കാരണം അത് ഇതുകൊണ്ടാണ് ഉണ്ടാക്കല് കാരണം എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അപ്പൊ അത് പിഞ്ഞി കുത്തണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്റെ പണി അറിഞ്ഞത്. മനസ്സിലായോ? നെല്ല് പിഞ്ഞി കുത്തി അരിയാക്കിയ അരിയാണ് ചോറ്. പത്തിരി, ദോശ, വെള്ളപ്പം, ചപ്പാത്തിക്ക് ഗോതമ്പം. ഇതുകൊണ്ട് ഇഡ്ഡലി പല സാധനം ഉണ്ടാക്കാം. ഈ നെല്ലിന്റെ പഠിച്ചോ എല്ലാ സാധനം ഉണ്ടാക്കാം. നെല്ലിന്റെ അരി കൊണ്ട് നമുക്ക് എത്താ ഉദ്ദേശിച്ച അതൊക്കെ ഉണ്ടാക്കാം. നെയ്ച്ചപ്പൊക്കെ ചുട്ട എന്താ ടേസ്റ്റ് അറിയോ? എങ്ങനെ ഉണ്ടാവണേ? എവിടുന്നാ വരുന്നേ? നെയ്ച്ചപ്പൊക്കെ ചുട്ട എന്താ ടേസ്റ്റ് അറിയോ? ഇഡ്ഡലി പിന്നെ ഇപ്പൊ ഒരു കുജപ്പുണ്ട്, അതും തേങ്ങ അപ്പൊ അതൊക്കെ ഉണ്ടാക്കുന്നത് ഈ നെല്ല് കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇതിപ്പോ ഒരു അപൂർവ നിമിഷമാണ്. കാരണം എന്താ വെച്ചാല് പുതിയ തലമുറക്ക് പഴയ തലമുറ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാണ്. കാരണം എനിക്ക് അവിടെ നിൽക്കും ഇങ്ങോട്ട് വല്ലാണ്ട് പോരില്ലേ. കാരണം എന്താ വെച്ചാല് ഇവരിപ്പോ പറഞ്ഞത് ആദ്യമായിട്ടാണ് ഇവര് പാടത്തേക്ക് ഇറങ്ങണത് എന്നാണ്. ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇറങ്ങണത്. ആ സമയത്ത് നമ്മുടെ കാക്ക പാടം കണ്ട് പാടത്തിന്റെ എല്ലാം പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പം മൂപ്പരെടുത്തത് മക്കൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പഠിക്കുകയാണ്. അപ്പം സന്തോഷമായില്ലേ? എന്നാ മൂപ്പരോട് താങ്ക്സ് പറഞ്ഞോളി. ബഹുമാന വിചാരിച്ചരാപ്പ് ചായ കൊടൈശ. അപ്പൊ എന്തായാലും നമ്മള് ഭയങ്കര ഹാപ്പി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത്രയും കാലം ഒരുപാട് വീഡിയോ ചെയ്തെങ്കിലും ഇതാണ് ശരിക്കും ഒരു മനസ്സിന് സന്തോഷം തോന്നിയൊരു വീഡിയോ. കാരണം പല ആളുകൾക്കും ഒരു പക്ഷേ ഇതെന്താണെന്നോ അല്ലെങ്കിൽ ഒന്നല്ല അല്ലെങ്കിൽ ഇതാ ഒന്നും വേണ്ടതാ ജീവിച്ചിരിക്കുന്ന തെളിവുകള്. ഇവർക്ക് ഇത് ഭയങ്കര ഹാപ്പി ആയില്ലേ? അപ്പൊ എല്ലാവരും സൂപ്പർ പറഞ്ഞേ. അതാണ്. അപ്പൊ മറ്റു നല്ല കിഡ്ലൻ വീഡിയോസ് നമുക്ക് വീണ്ടും കാണുന്നവരെ ഷമീർ അലി സൈനിങ്